പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നാലാമത്തെ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ഓസ്മോട്ടിക് പ്രഷറിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ ടോപ്പിക്ക് ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളതെങ്കിലും അത് അറിയണമെങ്കിൽ നമ്മൾ ഓസ്മോസിസ് എന്താണെന്ന് അറിയണം. നമ്മൾ ബോട്ടണിയിലും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് എക്സാമ്പിളുകൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഉപ്പുവെള്ളത്തിൽ മാങ്ങ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഷ്രിങ്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ വിതേർഡ് ഫ്ലവേഴ്സ്, നമ്മൾ ഇങ്ങനെ വളരെ വാടിയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ നമ്മൾ വെള്ളം തെളിച്ച് കഴിഞ്ഞാൽ വളരെ ഫ്രഷായിട്ട് മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ഓസ്മോസിസിന് എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് മീൻ ബൈ ഓസ്മോസിസ്, ഒരു ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. എക്സ്പെരിമെൻറ്റ് നമ്മൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ളൊരു താഴ്ന്ന ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആയിരിക്കും. അതായത് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ബീക്കർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറാണ് എടുത്തിട്ടുള്ളത്. വാട്ടർ, പ്യുർ വാട്ടർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സോൾട്ട് സൊല്യൂഷൻ, ഒരു ഏകദേശം ഒരു 3% എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഏതെങ്കിലും ഒരു സോൾട്ട് സൊല്യൂഷൻ, കളേർഡ് ആയിക്കോട്ടെ, നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കളേർഡ് ഏതെങ്കിലും കോപ്പർ സൊല്യൂഷനോ അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനോ ഏതെങ്കിലും ഒരു സോൾട്ട് സൊല്യൂഷൻ നമ്മൾ ഒരു തിസിൽ ഫണലിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. തിസിൽ ഫണലിൻ്റെ വായ് ഭാഗം നമ്മൾ ഒരു മെംബ്രെയിൻ കൊണ്ട് നമ്മൾ കെട്ടിവെച്ചിട്ടുണ്ട്. അതിനെ പറയുന്നതാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. അത് സെലക്റ്റീവായിട്ടാണ് അതിൽ മോളിക്യൂൾസിനെ അത് അലോ ചെയ്യുള്ളൂ, അതിൽ കൂടെ കടത്തി വിടുള്ളൂ. അപ്പോൾ അതായത് സോൾവെൻ്റ് മോളിക്യൂൾസിനെ മാത്രമാണ് ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ അതിലൂടെ പാസ് ചെയ്യിക്കുള്ളൂ. അപ്പോൾ അത്രയും പോഴ്സ് ഉണ്ടായിരിക്കും, ധാരാളം പോഴ്സ് ഉണ്ടായിരിക്കും. പക്ഷേ അത് പോഴ്സിൻ്റെ സൈസ് സൊല്യൂട്ടിൻ്റെ സൈസിനേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ അതിലൂടെ കടത്തി വിടില്ല. ഓൺലി ഇറ്റ് അലൗസ് ദി പാസേജ് ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾസ് ഓൺലി. അപ്പോൾ ഇതിൽ ഇപ്പോൾ സോൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 3% സൊല്യൂഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് 3% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൂടുതൽ വാട്ടറാണ് ഇതിലും, അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ സോൾവെൻ്റ് ആണ്. ഇതിൽ സോൾവെൻ്റ് ഉണ്ട്, ഇതിലും സോൾവെൻ്റ് ഉണ്ട്. അപ്പം നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ഡിപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ സൊല്യൂഷൻ ഡിപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായിരിക്കും ഒബ്സർവേഷൻ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. എന്തായിരിക്കും ഒബ്സർവേഷൻ? ഇത് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? കാരണം ഒരു സോൾട്ട് സൊല്യൂഷൻ ഉണ്ട്. ഇതിലുള്ള വാട്ടറിന് ഇങ്ങോട്ട് പാസ് ചെയ്യാം, അതൊരു പോസിബിലിറ്റിയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ലെവൽ കുറയണം. മറ്റൊരു പോസിബിലിറ്റി ഇവിടെ നിന്നുള്ള വാട്ടർ ഇങ്ങോട്ട് മുകളിലേക്ക് മൂവ് ചെയ്യാം. കാരണം വാട്ടറിന് മാത്രമാണ് ഈ മെംബ്രെയിനിലൂടെ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലെ സോള്യൂട്ട് പാർട്ടിക്കിൾസിന് ഒരിക്കലും ഇങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. കാരണം സെമി പെർമിയബിൾ മെംബ്രെയിനിൻ്റെ പ്രത്യേകത തന്നെ സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് തന്നെ പറയാം. സെലക്റ്റീവായിട്ട് അത് ഓൺലി ഇറ്റ് അലൗസ് ദി പാസേജ് ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾസ്. അപ്പോൾ എന്തായാലും സംഭവിക്കുക, ഇതിൻ്റെ ലെവൽ കുറയാണോ ചെയ്യുക അതോ കൂടുകയാണോ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ സാധാരണ ഇതിൽ നമുക്ക് തോന്നുക ഗ്രാവിറ്റി കാരണം ഇവിടെ നിന്ന് സോൾവെൻറ്റ് ഇങ്ങോട്ടാണ് കൂടുതൽ മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ ലെവൽ കുറയുന്നതാണ് പെട്ടെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുക. ഇനി നോക്കുക എന്തായാലും സംഭവിക്കുക. നമ്മളതിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുക ഈ ലിക്വിഡിൻ്റെ ലെവൽ ഇങ്ങനെ കൂടി മുകളിലോട്ട് കൂടി വരുന്നത്. അപ്പോൾ അതായത് ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതിലെ വാട്ടർ ഈ സൊല്യൂഷനിലേക്ക് എൻ്റർ ചെയ്യുന്നു. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് ഇവിടെ നിന്ന് ഡിസ്റ്റിൽ വാട്ടർ ഇതിന് ഇങ്ങോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ലെവലിങ്ങനെ കൂടി വരുന്നത് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ ഈ ലെവലിങ്ങനെ കൂടി വരും. കൂടി വന്ന് അപ്പോൾ ഇവിടെ ഒരു ലിക്വിഡ് കോളത്തിന് ഒരു വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ പക്ഷെ അതിനേക്കാൾ ഒരു പ്രഷർ താഴ്ന്നൊരു പ്രഷർ വരുന്നുണ്ട്. അല്ല, ആ പ്രഷർ കൂടുതലായതുകൊണ്ടാണ് ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അതായത് അതിന് പറയുന്നതാണ് ഓസ്മോട്ടിക് പ്രഷർ എന്നാണ് പറയുക. ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ കാരണമാണ് ഇത് ഇങ്ങോട്ട് മുകളിലോട്ട് റൈസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ലിക്വിഡ് കോളത്തിൻ്റെ വെയിറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ റൈസ് ചെയ്ത് അവസാനം എന്ത് സംഭവിക്കും? ഒരു പെർട്ടിക്കുലർ സോൾട്ട് ഇങ്ങനെ റൈസ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തി കഴിഞ്ഞാൽ ഇത് ലെവല് കോൺസ്റ്റൻ്റ് ആവും. അപ്പോൾ എന്തായിരിക്കും കാരണം? ഈ ലിക്വിഡ് കോളത്തിൻ്റെ വെയിറ്റ് ഓസ്മോട്ടിക് പ്രഷറിന് ഈക്വൽ ആവണം. സൊല്യൂഷൻ സ്റ്റോപ്സ് റൈസിങ് വെൻ വെയിറ്റ് ഓഫ് കോളം ഈക്വൽസ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിന് ഈക്വൽ ആകുമ്പോൾ ഈ ലിക്വിഡ് കോളം ഇവിടെ ത്തിൻ്റെ ലെവല് ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തിയെന്ന് പറയും.
അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓസ്മോസിസ് എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റണം. ആദ്യം ഓസ്മോസിസ് എന്താണെന്ന് പറയും, അതിനുശേഷം നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ എന്താണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ കാണുന്നതാണ് സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് പറയുന്നത്. SPM എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് നമ്മൾ പറയാം. സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പറൈൻ, അല്ലെങ്കിൽ സെമി പകുതി മാത്രം കടത്തിവിടുക, സെമി പെർമിയബിൾ മെമ്പറൈൻ. അതായത് ഇപ്പോൾ ഇവിടെ നമ്മളൊരു ലിക്വിഡ്, ഇവിടെ സോൾവെൻ്റ് മോളിക്യൂൾസ്, ചെറിയ ചെറിയ പാർട്ടിക്കിൾസാണ് മോളിക്യൂൾസ്, സോൾവെൻ്റ് മോളിക്യൂൾസ്. ഇതാണെങ്കിലോ സൊല്യൂഷനാണ്, അതിൽ സോൾവെൻറ്റും ഉണ്ട് സൊല്യൂട്ടും ഉണ്ട്. സൊല്യൂട്ടിൻ്റെ സൈസ് കൂടുതലാണ്, സൊല്യൂട്ടിന് ഇതിൻ്റെ പോസിലൂടെ കടക്കാൻ പറ്റില്ല. അത് സോൾവെൻറ്റിന് ഇവിടുന്ന് ഇങ്ങോട്ടും കടക്കാം, ഇവിടുന്ന് ഇങ്ങോട്ടും കടക്കാം. സൊല്യൂഷനിലെ സോൾവെൻറ്റിന് ഇങ്ങോട്ട് കിടക്കാം, അതുപോലെ ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, സോൾവെൻറ്റിൽ നിന്ന് സൊല്യൂഷനിലേക്കാണ് സോൾവെൻറ്റ് മൂവ് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ വല്ലതും ചെയ്തു, നമ്മൾ ഒരു എനർജിയും നമ്മൾ കൊടുത്തിട്ടില്ല, എക്സ്റ്റേണൽ എനർജി ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട്, സ്വാഭാവികമായിട്ട് തന്നെ അത് നടക്കുന്നു. അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ്, തനിയെ നടക്കുന്ന. ദ പ്രോസസ് വിച്ച് ടേക്സ് പ്ലേസ് ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് സ്പോണ്ടേനിയസ് പ്രോസസ്സ്. നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പിന്നെ solvent and solution is separated by a semi-permeable membrane. Then the solvent molecules moves from solvent to solution through a semi-permeable membrane. That is called osmosis. അതായത് ഒരു സോൾവെൻറ്റും ഒരു സൊല്യൂഷനും ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ വഴി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവെൻറ്റ് മോളിക്യൂൾസ് സൊല്യൂഷനിലേക്ക് സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെ പാസേജ് ചെയ്യുന്നു, തനിയെ തന്നെ പാസ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെ പറയുന്നതാണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ. ഇനി ചോദ്യം ഇതാണ്, ഇവിടെ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടറിന് പകരം നമ്മൾ എടുത്തിരിക്കുന്നത് സെയിം സൊല്യൂഷനാണെന്ന് വിചാരിക്കുക. അതായത് ഇതിവിടെ ഒരു 3% സൊല്യൂഷനാണ്, ഇവിടെ അതിനേക്കാൾ ഡൈലൂട്ടായിട്ടുള്ള ഒരു 1% സൊല്യൂഷനാണെന്ന് വിചാരിക്കുക. ഇതിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് നടക്കുമോ നടക്കില്ലേ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. നടക്കുമോ നടക്കില്ലേ. ഇതേപോലെ തന്നെ നമ്മൾ ഇത് കോൺസെൻട്രേഷൻ കൂടുതലും ഇത് കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ ഇതേപോലെ തന്നെ ഇങ്ങോട്ട് റൈസ് ചെയ്യുന്ന കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സോൾവെൻ്റ് തന്നെ വേണമെന്നില്ല, ഒരു കോൺസെൻട്രേഷനിൽ വ്യത്യാസമുള്ള രണ്ട് സൊല്യൂഷനുകൾ നമ്മളൊരു സെമി പെർമിയബിൾ മെമ്പറൈൻ വഴി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ കോൺസെൻട്രേഷൻ കുറവ് അവിടെ നിന്ന് കോൺസെൻട്രേഷൻ കൂടിയ സൊല്യൂഷനിലേക്ക് സോൾവെൻറ്റ് മൂവ് ചെയ്യും. അതിനെ പറയുന്നതാണ് ഓസ്മോസിസ്. അപ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. The net spontaneous flow of solvent molecules from solvent to solution or less concentrated solution to more concentrated solution. അപ്പോൾ ഇത് കോൺസെൻട്രേഷൻ കുറഞ്ഞതും ഈ തിസിൽ ഫണലിൽ ഇത് കോൺസെൻട്രേഷൻ കൂടിയതിനാണെങ്കിൽ from less concentrated solution to more concentrated solution through a semi-permeable membrane is called osmosis. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ വിചാരിക്കുന്നു. അതായത് ഒരു സൊല്യൂഷനും സോൾവെൻറ്റും അല്ലെങ്കിൽ ഒരു കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ളതും കുറവ് കോൺസെൻട്രേഷൻ സോൾവെൻറ്റും തമ്മിൽ നമ്മളൊരു സെമി പെർമിയബിൾ മെമ്പറൈൻ വഴി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോൾവെൻ്റ് മോളിക്യൂൾസ് സോൾവെൻറ്റിൽ നിന്ന് സൊല്യൂഷനിലേക്കോ അല്ലെങ്കിൽ കുറവ് കോൺസെൻട്രേഷനുള്ള സൊല്യൂഷനിൽ നിന്ന് കൂടുതൽ കോൺസെൻട്രേഷനുള്ള സൊല്യൂഷനിലേക്ക് സോൾവെൻറ്റ് മൂവ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെ പറയുന്നതാണ്, സ്വാഭാവികമായിട്ട് മൂവ് ചെയ്യുന്നു, ആ പ്രോസസ്സിനെ പറയുന്നതാണ് ഓസ്മോസിസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. The net spontaneous flow of solvent molecules from solvent to solution or less concentrated solution to more concentrated solution through a semi-permeable membrane is called osmosis. ഇനി നമുക്ക് അറിയേണ്ടത് എന്തായിരിക്കും ഈ ഓസ്മോസിസിന് കാരണം, എന്തുകൊണ്ടാണ് സോൾവെൻറ്റിൽ നിന്ന് സൊല്യൂഷനിലേക്ക് ഈ സോൾവെൻറ്റ് മൂവ് ചെയ്യുന്നത്, സൊല്യൂഷനിൽ നിന്ന് സോൾവെൻറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യാതിരുന്നില്ലേ, ഈക്വൽ പോസിബിൾ കൂടുതൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാനല്ലേ കുറച്ച് എളുപ്പം, കാരണം ഗ്രാവിറ്റി മൂലം ഇങ്ങോട്ട് മൂവ് ചെയ്യാനല്ലേ കൂടുതൽ ചാൻസ് കൂടുതൽ. എന്തുകൊണ്ടാണ് ഈ സോൾവെൻറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തത്?
അതിനേക്കാൾ കൂടുതൽ സോൾവെൻറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാനല്ല ചാൻസ് കൂടുതൽ എന്നുള്ളത് നമുക്ക് ചോദ്യം വരാം. അപ്പോൾ എന്തായിരിക്കും അതിന് കാരണം എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, നമ്മൾ പഠിച്ചത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ നമ്മൾ ആദ്യം പഠിച്ച ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, അത് വേപ്പർ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബോയിലിംഗ് പോയിന്റ്, അതും വേപ്പർ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫ്രീസിങ് പോയിന്റ്, അതും വേപ്പർ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഇവിടെയും നമുക്ക് വേപ്പർ പ്രഷറിനെ ബന്ധപ്പെടുത്താം. അതായത് 2 സൊല്യൂഷൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഒന്ന് സോൾവെൻറ്റും അതുപോലെ ഒന്ന് സൊല്യൂഷനും. സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൽ സോൾവെൻറ്റിൻ്റെ കോൺസെപ്റ്റ് പ്യുവറാണ് സോൾവെൻറ്റ്. അപ്പോൾ അതിന് വേപ്പർ പ്രഷർ വളരെ വളരെ കൂടുതലായിരിക്കും. സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ കൂടുതലും സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. നമുക്കറിയാം കാറ്റ് എവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമുക്ക് അറിയാം. കാറ്റ് ഡെൻസ് ഒരു ഭാഗത്ത് നിന്ന് കൂടുതലുള്ള മർദ്ദം കൂടുതലുള്ള ഭാഗത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്കാണ് കാറ്റ് വീശുക എന്ന് പറഞ്ഞ പോലെ ഇവിടെ വേപ്പർ പ്രഷർ കൂടുതൽ ഇവിടെയാണ് വേപ്പർ പ്രഷർ കൂടുതൽ. വേപ്പർ പ്രഷർ കൂടുതൽ ഇവിടെയും, ഇവിടെ വേപ്പർ പ്രഷർ കുറവും. അപ്പോൾ വേപ്പർ പ്രഷർ കൂടിയെടുത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് സോൾവെൻറ്റ് മോളിക്യൂൾസ് പോകുന്നത്. അപ്പോൾ വേപ്പർ പ്രഷർ തന്നെയാണ് ഇവിടെ ഇതിന് കാരണം. അപ്പോൾ രണ്ടിനും ഈക്വലാവുന്നത് വരെയാണ് ഈ സോൾവെൻറ്റ് മോളിക്യൂൾസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഡൈല്യൂട്ട് സൊല്യൂഷൻ. ഇത് ഡൈല്യൂട്ട് സൊല്യൂഷൻ, ഇത് കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ ആണെങ്കിലും ഡൈല്യൂട്ട് സൊല്യൂഷന് നമുക്കറിയാം അതിന് വേപ്പർ പ്രഷർ കൂടുതലും കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ വേപ്പർ പ്രഷർ കൂടുതൽ നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് സോൾവെൻറ്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡെവലപ്മെൻറ്റ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ. എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്നുള്ളത്. ഇനി വേറൊരു എക്സ്പെരിമെൻറ്റ് നമ്മൾ നോക്കുക. ഒരു യൂട്യൂബിൽ നമ്മൾ പ്യുവർ സോൾവെൻ്റ് എടുത്തിട്ടുണ്ട്, സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സെമി പെർമിയൽ മെമ്പറൈൻ വഴി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പ്യുവർ സോൾവെൻറ്റിനെയും സൊല്യൂഷനെയും നമ്മൾ സെമി പെർമിയൽ മെമ്പറൈൻ വഴി നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിങ് പൊസിഷനാണ്. ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ കഴിയുക? നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സെമി മെമ്പറൈൻ വെച്ച് ഇവിടെ നമ്മൾ സോൾവെൻറ്റ് ആഡ് ചെയ്തു, ഇവിടെ നിന്ന് നമ്മൾ സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തുടക്കത്തിൽ ലെവൽ ഈക്വലാണ്. ഇനി നമുക്ക് എന്താ കാണാൻ സാധിക്കുക? ഏത് ട്യൂബിലാണ്, ഈ ട്യൂബിലാണോ ലെവൽ കൂടുതൽ വരിക? നമുക്കറിയാം ഇവിടെ പ്യുവർ സോൾവെൻ്റ് ആണ്, ഇവിടെ സോൾവെൻ്റ് ഇവിടെയാണ്, ഇവിടെ സൊല്യൂഷനാണ്. അപ്പോൾ പ്യുവർ സോൾവെൻറ്റിൽ നിന്നാണ് സോൾവെൻറ്റ് മോളിക്യൂൾസ് ഇങ്ങോട്ട് കൂടുതലായിട്ട് പോയി. കാരണം ഇതിൻ്റെ വേപ്പർ പ്രഷർ കൂടുതൽ അല്ലേ. അപ്പോൾ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുക. അപ്പോൾ അതുവഴി ഇവിടെ ലെവൽ ഇങ്ങനെ കൂടി വരും. ലെവൽ ഇങ്ങനെ കൂടി വരുന്നിട്ട് ഇവിടെ ലിക്വിഡ് കോളത്തിൻ്റെ വെയിറ്റ് വേപ്പർ പ്രഷറിന് ഈക്വൽ ആകുമ്പോൾ, അല്ലെങ്കിൽ ലിക്വിഡ് കോളം എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിന് ഈക്വൽ ആകുമ്പോൾ ഇത് സ്റ്റോപ്പ് ആവും. അതല്ലേ, അപ്പോൾ ഒന്ന് കാണാം കേട്ടോ. ഈ ലെവല് ഡിഫറൻസ് ലെവൽ. അപ്പോൾ ആ ലിക്വിഡ് കോളം എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷറിന് ഈക്വൽ ആകുമ്പോൾ ഇത് ഇവിടെ സ്റ്റോപ്പ് ആവും എന്ന് പറയും. അപ്പോൾ ഇതാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. പൈ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ റെപ്രസെൻ്റ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ തരത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഇങ്ങനെ റൈസ് ചെയ്യുമെന്ന് നമുക്കറിയാം. ഇങ്ങനെ റൈസ് ചെയ്യാതിരിക്കണമെങ്കിൽ ഇത്രയും ലെവൽ ഇങ്ങനെ റൈസ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യാം. കാരണം ഇവിടെ പ്രഷർ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ പ്രഷർ എക്സാക്റ്റ് ഓസ്മോട്ടിക് പ്രഷറിന് ഈക്വൽ ആണെങ്കിൽ ആ തുടക്കത്തിലെ ലെവൽ തന്നെയായിരിക്കും ഇപ്പോഴുണ്ടാവുക. അപ്പോൾ എത്ര പ്രഷർ നമ്മൾ സൊല്യൂഷൻ സൈഡിൽ നമ്മൾ എക്സെപ്റ്റ് ചെയ്യണം, ആ പ്രഷർ എക്സ്റ്റേണൽ പ്രഷർ വാസ്തവത്തിൽ ഓസ്മോട്ടിക് പ്രഷറിന് ഈക്വൽ ആയിരിക്കും. അതേസമയം സോൾവെൻറ്റിൻ്റെ സൈഡിൽ നമ്മൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഇങ്ങോട്ട് റൈസ് ചെയ്യുക കാരണം കൂടുതൽ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അതേസമയം സോൾവെൻറ്റ് മോളിക്യൂൾസ് ഇങ്ങോട്ട് മൂവ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് ഓസ്മോട്ടിക് പ്രഷറിന് ഈക്വൽ ആണെങ്കിൽ ഇവിടെ ലെവൽ ഇങ്ങനെ സെയിം ആയിട്ട് നിൽക്കും. ആ പ്രഷർ എത്രയാണോ അതാണ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നുകൂടി ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നോക്കുക, സെമി പെർമിയൽ മെമ്പറൈൻ വഴി 2 സൊല്യൂഷൻ. ഇത് കുറച്ച് കളർ കൂടുതലുണ്ട്. അത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഡൈലൂട്ട് സൊല്യൂഷൻ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നു കോൺസ്റ്റന്റ് സൊല്യൂഷൻ. ഇപ്പോൾ ലെവൽ സെയിം ആണ്. സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറയാം. സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്. ഇനി എന്താ സംഭവിക്കുക? ഏത് ലെവലാണ് കൂടുക? ഈ ലെവലാണ് കൂടുക. കാരണം ഇവിടെ സൊല്യൂഷനാണ്, ഇവിടെ സോൾവെൻറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് എന്ത് ചെയ്യും? ഇവിടെ ലെവൽ ഇങ്ങനെ കൂടി വന്നിട്ട് ആ ലിക്വിഡ് കോളം എക്സെപ്റ്റ് ചെയ്യുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ
ഈ ഓസ്മോട്ടിക് പ്രഷറിന് ഈക്വൽ ആവുന്ന അവസരത്തിൽ ലെവല് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അതാ ഇതിങ്ങനെ റൈസ് ചെയ്ത് തന്നത്. അപ്പോൾ ഇതാണ് HDG എന്ന് പറയുന്നത്. നമുക്ക് ഓസ്മോട്ടിക് പ്രഷറിനെ നമുക്ക് മെഷർ ചെയ്യാം. അതല്ലെങ്കിൽ ഈ ലെവൽ ഈക്വലായിട്ട് ഇങ്ങനെ റൈസ് ചെയ്യാതിരിക്കാൻ നമ്മളിവിടെ പ്രഷർ കൊടുക്കുക. ആ പ്രഷർ എക്സാക്റ്റ് ആയിട്ട് ഓസ്മോട്ടിക് പ്രഷറിന് ഈക്വൽ ആണെങ്കിൽ പിന്നെ ഓസ്മോസിസ് നടക്കില്ല. ജസ്റ്റ് അപ്പോൾ എന്താ എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈഡ് ഓൺ ദി സൊല്യൂഷൻ സൈഡ് ജസ്റ്റ് ടു സ്റ്റോപ്പ് ഓസ്മോസിസ് ആൾസോ കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഡെഫിനിഷൻ നോക്കുക. ഓസ്മോട്ടിക് പ്രഷർ മേ ബി ഡിഫൈൻഡ് ആസ് ദ ഇക്വിലിബ്രിയം ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഓഫ് ദി കോളം. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഓഫ് ദി കോളം സെറ്റപ്പ് ആസ് എ റിസൾട്ട് ഓഫ് ഓസ്മോസിസ്. ഓസ്മോസിസ് വഴി സെറ്റപ്പ് ആയ ലിക്വിഡ് കോളം എക്സെപ്റ്റ് ചെയ്യുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് എന്ന് പറയാം. HDG എന്ന് പറഞ്ഞാൽ ഈക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് അതിനെ മെഷർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറെ തന്നെ ഓസ്മോട്ടിക് പ്രഷർ ചെയ്ത പ്രഷർ റിക്വയർഡ് ടു സ്റ്റോപ്പ് ഓസ്മോസിസ്. എത്ര പ്രഷർ നമ്മളിവിടെ അപ്ലൈ ചെയ്യണം നോട്ട് ടു സ്റ്റോപ്പ് ഓസ്മോസിസ് ആൾസോ കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റ് ബൈ ലെറ്റർ പൈ. പൈ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഇത് നിങ്ങൾ ഡെഫിനിഷനാണ്, ഇത് നിങ്ങൾ എഴുതി വയ്ക്കണം, കാണാതെ പഠിക്കണം. വാട്ട് ഈസ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമുക്കറിയാം. ഇനി നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിനെ കുറിച്ചിട്ട് നമ്മൾ പറയുകയാണ്, അതിൻ്റെ പ്രത്യേകതകളും പറയുകയാണ്. ഓസ്മോട്ടിക് പ്രഷർ കാണുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ. കോൺസെൻട്രേഷൻ ബാധിക്കും അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിൻ്റെ അതായത് ഓസ്മോട്ടിക് പ്രഷർ അതിൻ്റെ മൊളാരിറ്റിയെയാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ മാറിയാലോ ഓസ്മോട്ടിക് പ്രഷർ വ്യത്യാസം വരും. അപ്പോൾ അതായത് രണ്ട് ഘടകങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഒന്ന് കോൺസെൻട്രേഷനെ ആശ്രയിക്കുന്നുണ്ട്, മോളാർ കോൺസെൻട്രേഷൻ ആശ്രയിക്കുന്നുണ്ട്, അതുപോലെ ടെമ്പറേച്ചറിനെയും ആശ്രയിക്കും. അപ്പോൾ രണ്ട് ഘടകങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഒന്ന് പൈ പ്രൊപ്പോർഷണൽ ടു സി ആൻഡ് ആൾസോ പൈ പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, അബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പോൾ രണ്ട് നമുക്ക് കമ്പൈൻ ചെയ്യാം. കാരണം റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആയതുകൊണ്ട് നമുക്ക് കമ്പൈൻ ചെയ്യാം. കമ്പൈനിങ് പൈ പ്രൊപ്പോർഷണൽ ടു സി ഇൻറ്റു ടി. അപ്പോൾ ഇനി ഈക്വൽ ടു ആക്കണമെങ്കിൽ നമ്മൾ കോൺസ്റ്റന്റ് കൊണ്ടുവരും. പൈ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു സി ഇൻറ്റു ടി. ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്യാസ് കോൺസ്റ്റന്റ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് തന്നെയാണ്. പൈ ഇസ് ഈക്വൽ ടു ആറിന് സി. അതൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും പൈ ഇസ് ഈക്വൽ ടു സി ആർ ടി. അപ്പോൾ ഈക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓസ്മോട്ടിക് പ്രഷർ പൈ ഇസ് ഈക്വൽ ടു സി ആർ ടി. What is the molar concentration? Number of moles per liter of the solution. C എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. വി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്ററിലാണ്. സൊല്യൂഷൻ്റെ വോളിയം ലിറ്ററിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളതാണ് വി എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കണം, പ്രോബ്ലത്തിൽ വരാം. വി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ അറിഞ്ഞിരിക്കണം. വാട്ട് ഇസ് വി? വി ഇസ് ദ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിക്ക് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? പൈ ഇസ് ഈക്വൽ ടു എൻ ബി ബൈ വി. സിക്ക് പകരം നമ്മൾ എൻ ബി ബൈ വി ടു എൻ ബി ബൈ വി ഇൻറ്റു ആർ ടി. ഇനി വി നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിലോ എന്തായിരിക്കും? പൈ വി സി ഈക്വൽ ടു എൻ ബി ആർ ടി. പൈ വി സി ഈക്വൽ ടു എൻ ബി ആർ ടി എന്ന് വരും. അപ്പോൾ ഇത് നമ്മൾ കേട്ടിട്ടുള്ള ഇക്വേഷന് ഒരു സാമ്യമുണ്ട്. അതായത് പി വി സി ഈക്വൽ ടു എൻ ആർ ടി കേട്ടിട്ടുണ്ട്. പി എന്ന് പറഞ്ഞാൽ പ്രഷർ, വി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദി ഗ്യാസ്, പി എന്ന് പറഞ്ഞാൽ പ്രഷർ ഓഫ് ദി ഗ്യാസ്, എൻ ആർ ടി നമ്പർ ഓഫ് മോൾസ്. അത് സിമിലർ ആണ്. ഇവിടെ പൈ എന്ന് പറഞ്ഞാൽ പ്രഷർ തന്നെയാണ്, പക്ഷേ ഇവിടെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് മാത്രം വ്യത്യാസമുള്ളൂ. വി എന്ന് പറഞ്ഞാൽ വോളിയം തന്നെയാണ്, വോളിയം ഓഫ് ദി സൊല്യൂഷൻ. എൻ ബി പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട്സ്. ആർ എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. അപ്പോൾ അതായത് പറഞ്ഞു വരുന്നത് ഈ ഒരു ഡൈലൂട്ട് സൊല്യൂഷൻ ഒരു ഗ്യാസിനെ പോലെ, ഐഡിയൽ ഗ്യാസിനെ പോലെ ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് അതിന് സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് ലഭിക്കുന്നത്. പൈ വി സി എൽ ടു എൻ ആർ ടി. അപ്പോൾ ഓർക്കാൻ വളരെ എളുപ്പമാണ്. പി വി സി എൽ എൻ ആർ ടി പോലെ തന്നെ പൈ വി സി എൽ ടു എൻ ആർ ടി. ഇനി ഇതിൽ എൻ ബിക്ക് പകരം നമുക്ക് എഴുതാം, എൻ ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. എൻ ബി സി എൽ ടു ഡബ്ല്യു ബി ബൈ എം ബി. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പൈ വി സി എൽ ടു ഡബ്ല്യു ബി ബൈ എം ബി ഇൻറ്റു ആർ ടി. അപ്പോൾ അതിൽ എം ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. നമുക്ക് മറ്റ് മൂന്ന് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പോലെ തന്നെ നമുക്ക് അൺനോൺ സൊല്യൂട്ടിൻ്റെ മൊളിക്കുലർ മാസ് ഈ ഇക്വേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എം ബി സി എൽ ടു എം ബിനെ കൊണ്ട് കൊണ്ടുവരിക, പൈ വി ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എം ബി സി എൽ ടു ഡബ്ല്യു ബി ആർ ടി ഡിവൈഡഡ് ബൈ പൈ വി
Using this equation, we can determine the molecular mass of an unknown solute using osmotic pressure. Osmotic pressure ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു അൺനോൺ സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ കണ്ടതാണ് ഈ ഓസ്മോട്ടിക് പ്രഷറും നമ്പർ ഓഫ് മോൾസിനെ തന്നെയാണ് ആശ്രയിക്കുന്നില്ല, അതായത് നേച്ചറിനെ ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇറ്റ് ഈസ് ആൾസോ എ കോളിഗേറ്റീവ്. 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഒരു ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ അതൊരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ദി സൊല്യൂഷൻ ആൻഡ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി സൊല്യൂട്ട്. അപ്പോൾ ഈ ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം, അത് വെച്ചിട്ട് പ്രോബ്ലം വരാം. ഇനി നമ്മൾ പഠിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാറുള്ള സ്ഥിരം ചോദിക്കുന്ന ഒരു ടേമാണ് റിവേഴ്സ് ഓസ്മോസിസ്. നേരെ തിരിച്ചുള്ള ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡ് വാട്ടർ പ്യൂരിഫിക്കേഷൻ. അപ്പോൾ അതായത് നമ്മൾ നേരത്തെ കണ്ട അതേ ഒരു അപ്പാരറ്റസ് തന്നെയാണ്. ഇതിൽ നമ്മൾ വാട്ടർ എടുത്തിരിക്കുന്നു, ഇതിൽ നമ്മൾ സലൈൻ വാട്ടർ എടുത്തിരിക്കുന്നു, സീ വാട്ടർ എടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ കോൺസെൻട്രേഷൻ കൂടുതൽ, ഇവിടെ കോൺസെൻട്രേഷൻ കുറവ്, അല്ലെങ്കിൽ ഇവിടെ പ്യൂർ വാട്ടറാണ് എടുത്തിരിക്കുന്നത്. സെമി പെർമേബിൾ മെംബ്രെയിനാണ് ഈ കാണുന്നത്, ഓസ്മോട്ടിക് മെംബ്രെയിനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്താ സംഭവിക്കുക? വാട്ടർ ഇവിടെ നിന്ന് സോഡിയം ക്ലോറൈഡിലേക്ക് മൂവ് ചെയ്യും. അതാണ് ഓസ്മോസിസ്, സ്പോണ്ടേനിയസ് പ്രോസസ്സ്, തന്നത്തെ നടക്കുന്ന പ്രോസസ്സ് അതാണ്. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ എക്സ്റ്റേണൽ, അതായത് സൊല്യൂഷൻ സൈഡിൽ നമ്മൾ എക്സ്റ്റേണലായിട്ട് നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? ഓസ്മോസിസ് നടക്കില്ല. ജസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ, ഈ വാട്ടർ ഇങ്ങോട്ട് വരുന്നത് തടയാനായിട്ട് ജസ്റ്റ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിന് ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രഷർ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാട്ടറിന് ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ചോദ്യം ഇതാണ്, അതിനേക്കാൾ കൂടുതൽ ഓസ്മോട്ടിക് പ്രഷറിന് കൂടുതൽ നമ്മളിവിടെ അപ്ലൈ ചെയ്താലോ എന്താ സംഭവിക്കുക എന്നുള്ളത്. എക്സ്റ്റേണലായിട്ട് നമ്മൾ കൂടുതൽ പ്രഷർ നമ്മൾ എനർജി നമ്മൾ സപ്ലൈ ചെയ്താൽ, കൂടുതൽ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എന്താ സംഭവിക്കുക? ഇവിടെയും വാട്ടർ ഉണ്ട്, സീ വാട്ടറിൽ വാട്ടർ ഉണ്ട്. ഈ വാട്ടർ ഈ സെമി പെർമേബിൾ മെംബ്രെയിനിലൂടെ ഇങ്ങോട്ട് കിടക്കും, ഇവിടേക്ക് കിടക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഇങ്ങനെ പ്യുവർ വാട്ടർ, ഇതിൽ NaCl ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, കാരണം സെമി പെർമേബിൾ മെംബ്രെയിൻ വാട്ടറിനെ മാത്രമേ അലോ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ എനർജി നമ്മൾ സപ്ലൈ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ദ വാട്ടർ ഫ്രം ദി സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഓർ സീ വാട്ടർ മൂവ്സ് ഇൻ ടു ദി other compartment through semi-permeable membrane. Reverse osmosis will takes place, and this reaction or this process can be used for purification of sea water. Sea water എങ്ങനെ പ്യൂരിഫൈ ചെയ്ത് നമുക്ക് പ്യുവർ വാട്ടർ നമുക്കറിയാം. ഈ പ്രകൃതിയിലുള്ള വാട്ടറിൽ 9.7% ഉപ്പുവെള്ളമാണ്, സലൈൻ വാട്ടറാണ്. അപ്പോൾ അത് കുടിക്കാനുള്ള വെള്ളം വളരെ വളരെ കുറവ് മാത്രമേ ഉള്ളൂ, 2.5% മാത്രമേ ഉള്ളൂ ഒരു ഡ്രിങ്കിങ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന വാട്ടർ. അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് കുടിവെള്ളത്തിനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള റിവേഴ്സ് ഓസ്മോസിസ് വഴി നമുക്ക് പ്യുവർ വാട്ടർ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അതിന് എനർജി നമ്മൾ ഇടാവും. 30 അറ്റ്മോസ്ഫിയർ പ്രഷറൊക്കെ നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് റിവേഴ്സ് ഓസ്മോസിസ് വഴി നമുക്ക് പ്യുവർ വാട്ടർ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതൊരു വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. പ്യുവർ വാട്ടർ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ്? ഡയറക്ഷൻ ഓഫ് ഓസ്മോസിസ് ക്യാൻ ബി റിവേഴ്സ് ഇഫ് എ പ്രഷർ larger than osmotic pressure is applied to the solution sites. That is, now the pure solvent flows out of the solution through a semi-permeable membrane. The phenomenon is called reverse osmosis, of great practical utility. Reverse osmosis is used for desalination of sea water. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക, വീണ്ടും കേൾക്കുക, അതേപോലെ ചെറിയ നോട്ട്സ് ഉണ്ടാക്കുക. ഇനി ഇത് വെച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇക്വേഷൻ വെച്ചുകൊണ്ട് ഒരു പ്രോബ്ലം കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക. Calculate the osmotic pressure in Pascal exerted by a solution prepared by dissolving 1 gram of polymer of molar mass with 185,000 in 450 ml of water at 37 degree Celsius. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക.
എന്നിട്ട് എനിക്ക് അയച്ചു തരിക, ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരിക. പിന്നെ കുറച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സ്ഥിരമായിട്ട് ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താണ് ഓസ്മോട്ടിക് പ്രഷർ, അതുപോലെ അതിൻ്റെ ഇക്വേഷൻ, ഡെറിവേഷൻ, അതുപോലെ വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ പ്രോബ്ലംസ് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.